ഇപ്പോൾ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 18 പേരെയാണ് 20-ൽ 18 പേർ ഈ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചത്. ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് അതിമോഹം ഗവൺമെന്റ് രൂപീകരിക്കണമെന്ന്. അതിനുള്ള ഭൂരിപക്ഷമില്ല. ആ ശ്രമം ആരംഭിച്ചു. കോൺഗ്രസ് നേതൃത്വം കൊടുത്തൊരു മുന്നണി ഉണ്ടായിരുന്നു, UPA. ആ UPAക്ക് ഭൂരിപക്ഷമുണ്ടായില്ല. വലിയൊരു സന്നിഗ്ധാവസ്ഥ വന്നു. ആ സന്ദർഭത്തിലാണ് ഇടതുപക്ഷം എന്ന നിലപാട് സ്വീകരിക്കുമെന്ന പ്രശ്നം ഉയർന്നു വന്നു. ഭൂരിപക്ഷ സീറ്റുകളിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി വന്ന ഇടതുപക്ഷം കോൺഗ്രസ് എന്താണെന്ന് നല്ലതുപോലെ അറിയാവുന്ന ഇടതുപക്ഷം ഈ ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഭാവി അപകടപ്പെടുത്തുന്ന BJP നേതൃത്വമുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരാതിരിക്കൽ നമ്മുടെ രാജ്യത്ത് ഒഴിച്ചുകൂടാത്തതാണ് എന്ന നിലപാട് അംഗീകരിച്ചു. അങ്ങനെയാണ് ആ ഗവൺമെന്റിനെ പിന്താങ്ങാൻ തയ്യാറായത്. ഇടതുപക്ഷം പിന്തുണ കൊടുത്തു. ആ പിന്തുണയിൽ 2 വശങ്ങളുണ്ടായി. ഒന്ന്, ആ പിന്തുണ കാരണം ആ ഗവൺമെന്റിന് കോൺഗ്രസ് നേതൃത്വമുള്ളതാണെങ്കിലും തങ്ങളുടെ ഇഷ്ടം പോലെ ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കാനായില്ല. അങ്ങനെ ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി വരുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് തടയുന്ന നില ഇടതുപക്ഷം സ്വീകരിച്ചു. പലതും അത്തരം കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അതൊരു ഭാഗം. അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷം ചില കാര്യങ്ങൾ നടപ്പാക്കാൻ നിരന്തരമായി ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചിലത് നടപ്പാക്കിക്കാനായി. തൊഴിലുറപ്പ് പദ്ധതി, വനത്തിലെ ആദിവാസികളടക്കമുള്ളവർക്ക് വനാവകാശ നിയമം, ഇവയെല്ലാം അതിൽ ചിലതാണ്. പക്ഷെ ജനവിരുദ്ധ നിലപാടുകൾ ശക്തമാവുകയും രാജ്യ താല്പര്യം അപകടപ്പെടുത്തും വിധം ചില നടപടികൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആ ഗവൺമെന്റിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചു. ആ തെരഞ്ഞെടുപ്പ്, പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് 2009 നടന്നത്. 2009 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതിനെല്ലാം ഗുണഫലം കിട്ടിയത് കോൺഗ്രസിന് തന്നെയാണ്. കാരണം കോൺഗ്രസ് ആഗ്രഹിച്ച രീതിയിൽ ജനവിരുദ്ധമായ നയങ്ങൾ നടപ്പാക്കിയില്ല. അതുകൊണ്ട് ജനങ്ങൾ വീണ്ടും ആ ഗവൺമെന്റ് അധികാരത്തിലേക്ക്. ഇത് 2014 ചിത്രം. 2009 ചിത്രം. 2009 തെരഞ്ഞെടുപ്പിൽ
ഭൂരിപക്ഷം നേടി UP അധികാരത്തിൽ കയറി. ആ സർക്കാർ കോൺഗ്രസ്സുകാര് ഒരു തരത്തിലുള്ള തടസ്സവും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാനില്ല, സ്വതന്ത്രമായി കാര്യങ്ങൾ നീക്കാം എന്ന നിലയിൽ കാര്യങ്ങൾ നീക്കി. ഒന്നിനു പുറകെ ഒന്നായി ജനവിരുദ്ധ നടപടികൾ വന്നു. കർഷകർ ദുരിതത്തിൽ, തൊഴിലാളികൾ ദുരിതത്തിൽ, ദുരിതത്തിലാകാത്ത ഒരു ജനവിഭാഗവുമില്ല. രാജ്യത്താകെ അതൃപ്തി, എല്ലാ മേഖലയിലും അസംതൃപ്തി. 5 വർഷമായി 2014 മുതൽ 2014 തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഒറ്റക്കെട്ട്. ഇത്തരത്തിൽ രാജ്യത്തെ മുടിച്ച ഒരു കൂട്ടര് അധികാരത്തിൽ വന്നുകൂടാ. അത്രമാത്രം ജനവിരുദ്ധമായ നടപടികളായിരുന്നു സ്വീകരിച്ചത്. അതിന്റെ ഫലം BJP വീണ്ടും അധികാരത്തിൽ വന്നു. BJPക്ക് അധികാരത്തിൽ വരാൻ അവസരമുണ്ടായി. അധികാരത്തിൽ വരുമ്പോൾ BJP ഒരുപാട് വാഗ്ദത്തങ്ങൾ ജനങ്ങൾക്ക് നൽകി. അധികാരത്തിൽ വരിക ശേഷം അത് ഒരു കാര്യം പോലും നടപ്പാക്കിയില്ല. 2009 മുതൽ 2014 വരെ ഏത് തരത്തിലുള്ള ജനവിരുദ്ധ നടപടികളാണോ സ്വീകരിച്ചത്, അതേ തുടർച്ച കൂടുതൽ വീറോടെ ജനവിരുദ്ധ നടപടികൾ BJP നടപ്പാക്കി. എന്തേ ഈ രണ്ടു കൂട്ടരും ഈ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തവരായത്? രണ്ടു കൂട്ടർക്കും ഒരു നയമാണ്, സാമ്പത്തിക നയം ഒന്നാണ്, ഒരേ സമീപനമാണ്. കോർപ്പറേറ്റുകളോട് രണ്ടു കൂട്ടർക്കും ഒരേ സമീപനമാണ്. പാവപ്പെട്ടവരോട്, അധ്വാനിക്കുന്നവരോട് രണ്ടു കൂട്ടർക്കും ഒരേ സമീപനമാണ്, ജനവിരുദ്ധമായ സമീപനമാണ്. അതുകൊണ്ടാണ് 2009 മുതൽ 2014 വരെയുള്ള നയം ഒരു മാറ്റവുമില്ലാതെ 2014 മുതൽ 19 വരെ തുടർന്നത്. ഇത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഗവൺമെന്റ് തുറന്ന അധികാരത്തിൽ വരാൻ പാടില്ല. BJPയും BJPയുടെ കൂട്ടുകെട്ടും പരാജയപ്പെടണം. എന്നാൽ ആര് വരണം അധികാരത്തിൽ? ഒരു സെക്കുലർ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. സെക്കുലർ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ബദൽ നയങ്ങളോടുകൂടിയ സെക്കുലർ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. ഇതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ കാണുന്നത്. അത്തരമൊരു ഗവൺമെന്റ് ബദൽ നയം നടപ്പാക്കുന്നില്ലെങ്കിൽ ഈ പേരുമാറ്റം കൊണ്ട് മാത്രം കാര്യമില്ല. പേരുമാറ്റം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടില്ല. ജനങ്ങൾക്ക്, മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ നടപടികൾ സ്വീകരിക്കണം. അതിന് ഉദാരവൽക്കരണ നയം അംഗീകരിച്ചവർക്ക് സാധിക്കില്ല. കോൺഗ്രസും BJPയും ഉദാരവൽക്കരണ നയമാണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ബദൽ നയം ഏറ്റവും പ്രധാനമാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാര് എന്തെല്ലാമോ ചില ധാരണയിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ചിത്രം വിവിധ സംസ്ഥാനങ്ങളിൽ
ബിജെപിക്കെതിരെയുള്ള ശക്തമായ പ്രസ്ഥാനമാണ് ഉയർന്നു വരുന്നത്. 80 സീറ്റാണ് ഉത്തർപ്രദേശിൽ. ഉത്തർപ്രദേശിൽ വലിയ സഖ്യം രൂപം കൊണ്ടിട്ടുണ്ട്. ആ സഖ്യം എസ്പിയും ബിഎസ്പിയും ഉള്ളതാണ്. ഇവർ രണ്ടും ചേർന്നാൽ ആ സംസ്ഥാനത്തിലെ സീറ്റുകൾ തൂത്തുവാരും. ബിജെപി വലിയ തോതിൽ ഒറ്റപ്പെടും. ബിജെപി വിരുദ്ധ സമീപനമാണെങ്കിൽ, ബിജെപിയെ പരാജയപ്പെടുത്താനാണ് യഥാർത്ഥം ഉദ്ദേശിക്കുന്നതെങ്കിൽ, കോൺഗ്രസ് ആ സഖ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷേ അത്തരമൊരു നിലപാട് അംഗീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ബിജെപി വിരുദ്ധ വോട്ടുകൾ എങ്ങനെയൊക്കെ ശുദ്ധീകരിക്കാൻ പറ്റും, അതിലാണ് കോൺഗ്രസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപിക്കെതിരായുള്ള പ്രസ്ഥാനങ്ങളാണ് ശക്തിപ്പെട്ടു വരുന്നത്. സംസ്ഥാനങ്ങൾ തോറും ശക്തമായ കൂട്ടുകെട്ടുകൾ വളർന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് ശേഷം ഏതു തരത്തിലുള്ള ഗവൺമെന്റ് രൂപം കൊള്ളുമെന്നത് അപ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കോൺഗ്രസ് പഴയ പ്രതാപകാലത്തിരിക്കും പോലെയാണ് ഓരോ വർത്തമാനം അതിന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാലമൊക്കെ പോയി. ഇപ്പൊ പണ്ട് ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന ചില ആൾക്കാരുടെ മട്ടിൽ നിൽക്കാൻ മാത്രമേ ഗതിയുള്ളൂ. അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. വിവിധ സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊന്നും കോൺഗ്രസ് പ്രധാന ശക്തിയല്ല. 2-3 ഇടങ്ങളിൽ മാത്രമേ കാണൂ. അപ്പോ ബദൽ നയം പ്രധാനമാണ്. അതോടൊപ്പം വിശ്വസ്തത, വിശ്വാസ്യത. ഇതിന് വർഗീയ വിരുദ്ധതയിൽ ഉറച്ചു നിൽക്കുമെന്ന്, മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുമെന്ന്, വർഗീയ ശക്തികൾക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല എന്നത്. അക്കാര്യത്തിന് കോൺഗ്രസിനെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തെ അനുഭവത്തിന് പറ്റില്ല. ഇപ്പോ ബിജെപിയുടെ നേതാക്കന്മാരായിരിക്കുന്നവര്, മന്ത്രിമാരായിരിക്കുന്നവര്, പാർലമെന്റ് അംഗങ്ങളായിരിക്കുന്നവര്, ഇവരെല്ലാം നല്ലൊരു ഭാഗം കോൺഗ്രസ് നേതാക്കളാണ്. കേന്ദ്രമന്ത്രിമാരായിരുന്നവരുണ്ട്, മുഖ്യമന്ത്രിമാരായിരുന്നവരുണ്ട്, സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷന്മാരായിരുന്നവരുണ്ട്, ഒരുപാട് പ്രമാണിമാർ. ഇതിന് വല്ല മാറ്റമുണ്ടോ? ഈ ബിജെപിയിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇത് തടസ്സമുണ്ടോ? ഇപ്പോ ഗോവയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികാരമായില്ലല്ലോ. ആ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനായിരുന്നു കൂടുതൽ അംഗങ്ങൾ, ബിജെപി പുറകിലായിരുന്നു. ബിജെപിയാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്. എങ്ങനെ രൂപീകരിക്കാനായി? ജയിച്ചു വന്ന കോൺഗ്രസുകാര് നേരെ ബിജെപിയിലേക്ക് ചേർന്നു. അതല്ലേ ഉണ്ടായത്. ത്രിപുരയിലെ മരുന്നിനെ കൂട്ടാൻ പോലും ബിജെപി ഉണ്ടായിരുന്നില്ല. എങ്ങനെയാ ബിജെപി വന്ന്? ആരാ ബിജെപി ആയത്?
കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ്, പ്രതിപക്ഷ നേതാവ്, അവരായിരുന്നു പ്രധാന പ്രതിപക്ഷം. ആ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ MLA-മാര് ഒന്നടങ്കം BJP ആയി. കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി, അതിന്റെ പ്രസിഡന്റ് അടക്കം ഏറെക്കുറെ മുഴുവൻ പേരും BJP ആയി. ഇങ്ങനെയൊരു പാർട്ടിയെ കാണാൻ കഴിയുമെന്ന്? ഒരു പാർട്ടി അപ്പടിയും വേറൊരു പാർട്ടിയാകും, അതും BJP ആകുക. എന്നിട്ട് ഞങ്ങൾ BJP-ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെവിടെയെങ്കിലും കാണാൻ കഴിയും ഇതിന്റെ അവസ്ഥ? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ആങ്ങിയടിക്കും. ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചിലയിടത്ത് BJP 1-2 സീറ്റ് നേടിയിട്ടുണ്ടാവും, മറ്റെവിടെയും BJP ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലായിടവും BJP ആണ്. കോൺഗ്രസിന്റെ ഗവൺമെന്റുകളായിരുന്നു അവിടെ. തെരഞ്ഞെടുപ്പിന് BJP ജയിച്ചു വന്നല്ല കേട്ടോ. അവിടെ കോൺഗ്രസിന്റെ മന്ത്രിസഭ നിലനിൽക്കുന്നു. അപ്പോ മന്ത്രിമാരും MLA-മാരും കൂട്ടത്തോടെ BJP ആയി. നേരെ BJP ഗവൺമെന്റ് വന്നു. ഇങ്ങനെയൊരു നാണം കെട്ട കൂട്ടരെ കാണാൻ പറ്റൂ? ഇപ്പോ അടുത്ത കാലത്താണ് ഒരു വാർത്ത നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നുണ്ടായത്. മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവാണ്. പ്രതിപക്ഷ നേതാവാണെന്ന് ഓർക്കണം. എന്താ വാർത്ത? പ്രതിപക്ഷ നേതാവ് BJP-യിലെത്തി. അന്നാ വാർത്ത. പിറ്റേ ദിവസം അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലെത്തി. ഇതെങ്ങനെയാണ് ഇത് രണ്ടും ശരിയായി വരിക? എന്നാൽ രണ്ടും ശരിയായിരുന്നു. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് നേരെ BJP-യിലെത്തുന്നു. അതിനൊരു മടിയില്ല. പിന്നെ കോൺഗ്രസ് ഒരുപാട് വാഗ്ദത്തങ്ങളും മറ്റും നൽകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയും. നിങ്ങളെ നാക്കിന് മുമ്പിൽ ആളുകളുടെ പേര് വരുന്നുണ്ടാവും. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഓരോ ഘട്ടത്തിൽ വന്ന വാർത്ത ഓർമ്മിച്ചാൽ മതി. ഇതാ എത്തി എവിടെ? BJP-യിലെത്തി. പിറ്റേ ദിവസം ഇല്ല അവര് ഇപ്പൊ പോകുന്നില്ല, കോൺഗ്രസിൽ തന്നെ. വാഗ്ദത്തം, അതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിത്വം, അങ്ങനെ പലതും. എന്തെല്ലാം മറിമായങ്ങളാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് വിശ്വസ്തത വളരെ പ്രധാനമാണ്. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുക. പ്ലാവില കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ ആയി മാറരുത്. കുറച്ച് നോട്ടുകെട്ടുകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന്റെ പിന്നാലെ നാക്കം നീട്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ പാടില്ല. ഇതാണ് പ്രധാനം. കർണാടകയിലുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാ നടക്കുന്നത്? എത്ര കോടികളായിരുന്നു വാഗ്ദത്തം ചെയ്തുകൊണ്ടിരുന്നത് ആള് മാറാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ നിർബന്ധമായും നമ്മുടെ വോട്ട് പാഴായി പോകാത്ത അവസ്ഥയിലാവണം. അതിന് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത് കോൺഗ്രസുകാരോട് തന്നെയാണ്, UDF-ന് വോട്ട് ചെയ്യുന്നവരോടാണ്. നല്ല ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. കാരണം അനുഭവത്തിൽ ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അതാണ് നില. നമുക്കിവിടെ 2004 തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു. അതില് 18 സീറ്റാണ് ജനങ്ങൾ LDF-ന് സമ്മാനിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ 18-ൽ കൂടുതൽ സീറ്റ് ജനങ്ങൾ LDF-ന് സമ്മാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്
ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ വിജയിച്ച പ്രദീപ് കുമാറിനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ഡലത്തെ ആപാലവൃദ്ധം ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നാടിന്റെ ഉത്തമനായ ഒരു പുത്രൻ എന്ന നിലക്ക് സഖാവ് പ്രദീപ് കുമാറിനെ അദ്ദേഹത്തിന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിപ്രായം.